ഹലോ. ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ അവസാന ഭാഗത്തെ കുറച്ച് ടേംസുകളാണ്. അപ്പോൾ ആദ്യം അതിൽ ലോജിക് ഫാമിലി. അപ്പോൾ അതിൽ ആദ്യം ഐ സി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ലോജിക് ഗേറ്റിൻ്റെ ഐ സികൾ, ആൻഡ് ഓറിനോട്ട്, അതിന് കുറേ നമ്പർ ഉണ്ടാവും. അപ്പോൾ എന്താണ് ഒരു ഐ സി എന്ന് ചുരുക്കത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് സെമി കണ്ടക്ടർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ്, അഥവാ ട്രാൻസിസ്റ്റർ, ഡയോഡ്, റെസിസ്റ്റർ, കപ്പാസിറ്റർ തുടങ്ങിയ അതിൻ്റെ ലോജിക്കൊക്കെ ഉൾക്കൊള്ളുന്ന അവ ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്ന എക്സ്ട്രീംലി ടിനി ഡിവൈസാണ് ഒരു ഐ സി എന്ന് പറയുന്നത്. ഇനി ഒരു ലോജിക് ഫാമിലിയിൽ അതൊരു ഗ്രൂപ്പ് ഓഫ് കോമ്പാക്റ്റബിൾ ഡിവൈസാണ്. സെയിം ലോജിക് വോൾട്ടേജ് ലെവൽസ് ആൻഡ് ഡി സി സപ്ലൈ വോൾട്ടേജ് അതിൽ പെർഫോം ചെയ്യുന്ന കോമ്പാക്റ്റബിൾ ഡിവൈസസിൻ്റെ അതിൻ്റെ ഗ്രൂപ്പിനെയാണ് ഡിജിറ്റൽ ഫാമിലി എന്ന് പറയപ്പെടുന്നത്. ഇനി നോക്കാം ലോജിക് ഫാമിലി അതിനെ ഏത് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ അതിന് മെയിനായിട്ട് ബൈപോളാർ, യൂണിപോളാർ. ഈ ബൈപോളാർ വരുന്ന രണ്ട് ഭാഗങ്ങളാണ് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ്. ഈ അൺസാച്ചുറേറ്റഡിലാണ് ഈ ഷോർട്ട് കീ ഡയോ TTL, അതുപോലെ എമിറ്റർ കപ്പിൾഡ് ലോജിക്, ഇതൊക്കെ തുടർന്ന് പഠിക്കാനുണ്ട് ഈ ഭാഗങ്ങൾ വരുന്നത്. ഇപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ മാത്രം പറയുന്നുള്ളൂ. അതുപോലെ യൂണിപോളാറിൽ PMOS, NMOS, CMOS. PMOS എന്ന് പറയുമ്പോൾ പി ചാനൽ മോസ്ഫെറ്റ് ആണ്. മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. അത് പി ചാനലാണെങ്കിൽ PMOS എന്നും N ചാനലാണെങ്കിൽ NMOS എന്നും. ഇനി അതിൻ്റെ രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷൻ ഉണ്ട്, അതിനെ CMOS അഥവാ കോംപ്ലിമെൻ്റ് മോസ്ഫെറ്റ് എന്നും പേരിലും അറിയപ്പെടുന്നു. ഇനി നോക്കാം എന്താണ് പ്രൊപ്പഗേഷൻ ഡിലേ. ഒരു പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുമ്പോൾ ഒരു സർക്യൂട്ടിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുമ്പോൾ ആ സർക്യൂട്ടിൻ്റെ ഓപ്പറേഷൻ്റെ സ്പീഡ് ഓഫ് ഓപ്പറേഷനെയാണ് അതിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ സൂചിപ്പിക്കുന്നത്. ഏറ്റവും നല്ല സർക്യൂട്ടാണെങ്കിൽ അവിടെ പ്രൊപ്പഗേഷൻ ഡിലേ കുറവായിരിക്കും. സർക്യൂട്ട് എത്ര കണ്ട് അതിന് പെർഫോമൻസ് കുറയുന്നോ ആ സമയത്ത് അതിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പ്രൊപ്പഗേഷൻ ഡിലേ കുറവാണ് ഒരു ഫൈൻ സർക്യൂട്ടിന് ആവശ്യം. ഇനി എന്താണ് പ്രൊപ്പഗേഷൻ ഡിലേ ഒന്നും കൂടി പറയാം. ഒരു ലോജിക് ഗേറ്റ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഇൻപുട്ടിലെ ചേഞ്ചിനനുസരിച്ച് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അഥവാ ഇൻപുട്ടിലെ ചേഞ്ച് കഴിഞ്ഞിട്ട് ഒരു അല്പം ഡിലേ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവും. അത് മൈക്രോ സെക്കൻഡിലായിരിക്കും. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ടൈം കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഡിലേ ഉണ്ടാവും. അപ്പോൾ ആ ഡിലേയാണ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻപുട്ടിനനുസരിച്ച് എന്ത് ചെയ്യില്ല, പെട്ടെന്നുള്ള ഒരു മാറ്റം ഔട്ട്പുട്ടിൽ കാണില്ല. ദർ ഇസ് എ ടൈം ഡിലേ ബിറ്റ്വീൻ ദീസ് ടു ഇവൻറ്റ്സ് കോൾഡ് പ്രൊപ്പഗേഷൻ ഡിലേ. ഒരു ടൈം ഡിലേ ഉണ്ടാവും ഈ രണ്ട് ഇവൻറ്റ്സിന് ഇടയിൽ, അഥവാ ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ഇടയിൽ നമ്മൾ ഒരു ടൈം ഡിലേ ഉണ്ടാവും. അതിനെയാണ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുമ്പോൾ ടൈം ഡിലേ ബിറ്റ്വീൻ ദ ഇൻസ്റ്റൻറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ആൻ ഇൻപുട്ട് പൾസ് ആൻഡ് ഇൻസ്റ്റൻറ്റ് ഓഫ് ഒക്കറൻസ് ഓഫ് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് പൾസ്. അതിൻ്റെ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, അതിൻ്റെ ഇൻപുട്ടിനനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, ഔട്ട്പുട്ട് പെട്ടെന്ന് ലഭിക്കുന്നില്ല, അതിൻ്റെ ഇടയ്ക്കൊരു ഡിലേ ഉണ്ട്. അതിനെയാണ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. ഒരു ടൈം ഡിലേ ആണ് ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ഇടയിലുള്ള. അത് കാണിക്കാനുള്ളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഇവിടെ ഇൻപുട്ട് കാണുന്നുണ്ട്, ഇതിൻ്റെ ഔട്ട്പുട്ടാണ്. ഇവിടെ ഇൻപുട്ട് ചേഞ്ച് ആവുന്നുണ്ട്, ലോ ടു ഹൈയിലേക്ക്, തുടർന്ന് ഹൈ ടു ലോയിലേക്ക് ചേഞ്ച് ആവുന്നുണ്ട്. ആ ചേഞ്ചിനനുസരിച്ച് ഇവിടെ ഔട്ട്പുട്ടിലും ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഔട്ട്പുട്ട് ഇവിടെ നിലവിലുണ്ടായിരുന്നത് ഹൈ ആയിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ആ ഹൈന്ന് ലോയിലേക്ക് ചേഞ്ച് ആവണം. ഇപ്പോൾ നോക്കുക, ഈ രണ്ട് ഫിഗറിലും ഈ ഇൻപുട്ട് ഇവിടെ ചേഞ്ച് ആവുന്ന അതേ സമയത്ത് എന്താവുന്നില്ല, ഔട്ട്പുട്ടിൽ ചേഞ്ചിങ് വരുന്നില്ല. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ഹൈയിൽ നിന്ന് ലോയിലേക്ക് ചേഞ്ച് ആവുന്നു. അതുപോലെ ഇവിടെ ഈ സമയത്ത് എന്ത് ചെയ്യുന്നു, ഇവിടെ ലോയിൽ നിന്ന് ഹൈയിലേക്ക് ചേഞ്ച് ആവുന്നു. അപ്പോൾ അതിന് രണ്ട് തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്, ഒരു സമയത്തിന് ടൈമിനൊരു ഡിലേ ഉണ്ട്. അതിനെയാണ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്.
അത് ഈ ഫിഗർ നോക്കി നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് രണ്ട് തരത്തിലുള്ള ഡിലേ ഉണ്ട്, TPHL അതുപോലെ TPLH. ഇതെന്താണെന്ന് തുടർന്ന് പറയുന്നുണ്ട്. ജനറലി ഇറ്റ് മെഷേർഡ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് കറസ്പോണ്ടിങ് ടു 50% ലെവൽ. സിഗ്നലിൻ്റെ 50% ലെവൽ വെച്ചാണ് എന്ത് ചെയ്യുക, ഇത് നമ്മൾ മെഷർ ചെയ്യുക. നോക്കാം, 50% ലെവലാണ് ഈ കാണുന്നത്. അതിൻ്റെ ആ ലെവൽ വെച്ചാണ് എന്ത് ചെയ്യുക, നമ്മളതിൻ്റെ ഡിലേ അല്ലെങ്കിൽ അതിൻ്റെ ചേഞ്ചിങ് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. നോക്കുക, ഇറ്റ് മേ ബി ഒബ്സർവ്ഡ് ദാറ്റ് ദെയർ ആർ 2 ടൈപ്സ് ഓഫ് പ്രൊപ്പഗേഷൻ ഡിലേ. പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് TPHL, അടുത്തത് TPLH. ഫിഗറിലുണ്ട് TPHL ആൻഡ് TPLH. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഈ TPHL എന്ന് പറയുമ്പോൾ ദ ഡിലേ മെഷേർഡ് വെൻ ദ ഔട്ട്പുട്ട് ട്രാൻസിഷൻ ഫ്രം ഹൈ ടു ലോ. ഔട്ട്പുട്ട് ഹൈയിൽ നിന്ന് ലോയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പാണ് TPHL. നേരെ തിരിച്ചാണെങ്കിൽ ലോയിൽ നിന്ന് ഹൈയിലേക്കാണ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നത്, അതിനിടയ്ക്കുള്ള ഡിലേ ആണ് TPLH. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ അവറേജാണ് TP എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടിൽ ചേഞ്ച്, അതിനനുസരിച്ച് ഔട്ട്പുട്ടിൽ ചേഞ്ച് വരും. പക്ഷേ അതിനിടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ട്, ഒരു ടൈം ഡിലേ ഉണ്ട്. ആ ഡിലേയാണ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. ഒരു ഹൈലി പെർഫോംഡ് അല്ലെങ്കിൽ നല്ലൊരു സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രൊപ്പഗേഷൻ ഡിലേ കുറയണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രൊപ്പഗേഷൻ ഡിലേ കൂടുതലാണെങ്കിൽ ആ സർക്യൂട്ട് അത്ര കണ്ട് പെർഫോമൻസ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് പവർ ഡിസിപ്പേഷനാണ്. ഇവിടെ നോക്കുക, ഒരു ലോജിക് ICയിലൂടെ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഹീറ്റിൻ്റെ ഫോമിൽ അല്പം കറണ്ട് ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നു. ഇതിനെയാണ് പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആ കറണ്ട്, അത്രയും കറണ്ട് നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഈ പവർ മില്ലി വാട്ടാണ്. ചെറിയ അളവേ ഉണ്ടാവുള്ളൂ, മില്ലി വാട്ടിൻ്റെ രൂപത്തിൽ അത്രയും അളവിൽ എന്ത് ചെയ്യും, നമുക്ക് പവർ നഷ്ടപ്പെടുന്നു. അതിനെയാണ് പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പവർ ഡിസിപ്പേഷൻ എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് ബി ടേക്കൺ ടു റെഡ്യൂസ് ദ പാർട്ടിസിപ്പേഷൻ ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ IC ഫ്രം ഡാമേജ് ഡ്യൂ ടു എക്സസീവ് ടെമ്പറേച്ചർ. ഇപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ, പവർ ഡിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ICകളൊക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് ചൂടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചൂടായി കഴിഞ്ഞാൽ IC ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ പവർ ഡിസിപ്പേഷൻ കുറയാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ദ പ്രൊഡക്റ്റ് ഓഫ് പവർ ഡിസിപ്പേഷൻ ആൻഡ് പ്രൊപ്പഗേഷൻ ഡിലേ, അത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആൾവേസ് കോൺസ്റ്റൻ്റ് ആണ് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി നോക്കുക, ഈ പവർ ഡിസിപ്പേഷന് അത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പ്രൊപ്പഗേഷൻ ഡിലേ കൂടുമെന്നാണ് പറയുന്നത്. P is equal to VCC into ICC എന്നാണ്. അതിൽ VCC എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ടു IC ആണ്. ICC എന്ന് പറയുമ്പോൾ കറണ്ട് ഡ്രോൺ ഫ്രം സപ്ലൈ ആണ്. സപ്ലൈയിൽ നിന്ന് ഡ്രോൺ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ സപ്ലൈയിൽ നിന്ന് നമുക്ക് അവിടെ ലഭിച്ചിരിക്കുന്ന കറണ്ടാണ് ICC എന്ന് അറിയുന്നത്. ഇനി ഫാൻ ഇൻ ആൻഡ് ഫാൻ ഔട്ട്. ഫാൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻപുട്ട്സ് എ ഗേറ്റ് ഹാസ്. ഒരു ഗേറ്റിനുള്ള ഇൻപുട്ടുകളാണ് ഫാൻ ഇന്ന്. ഫാൻ ഔട്ടാകുമ്പോൾ അതുപോലെ അതിൻ്റെ ഔട്ട്പുട്ടുകളായിരിക്കും എന്ത്, അതിനുള്ള ഔട്ട്പുട്ടിൻ്റെ എണ്ണമാണ് ഫാൻ ഔട്ട്. സ്പീഡ് പവർ പ്രൊഡക്റ്റ്. എന്താണ് സ്പീഡ് പവർ പ്രൊഡക്റ്റ്? ഇത് പ്രൊപ്പഗേഷൻ ഡിലേയും പവർ ഡിസിപ്പേഷനും അതിന് രണ്ടിൻ്റെയും കൂടി പ്രൊഡക്റ്റാണ് എന്ത്, സ്പീഡ് പവർ പ്രൊഡക്റ്റ് എന്ന് അറിയപ്പെടുന്നത്. അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇനി കറണ്ട് സോഴ്സിങ്. എന്താണ് കറണ്ട് സോഴ്സിങ്? അപ്പോൾ അതിൻ്റെ ഫിഗർ തുടർന്ന് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഫിഗർ. ഇവിടെ 2 ഗേറ്റുകളുണ്ട്. ഒന്ന് ഡ്രൈവിംഗ് ഗേറ്റ്, രണ്ടാമത് ലോഡ് ഗേറ്റ്. അപ്പോൾ ഡ്രൈവിംഗ് ഗേറ്റിലായിരിക്കും നമ്മൾ ഇൻപുട്ട് കൊടുക്കുക, സപ്ലൈ ഒക്കെ കൊടുക്കുന്നത് അതിൻ്റെ ഡ്രൈവിംഗ് ഗേറ്റിലായിരിക്കും. ഇനി ഫിഗറിന് എന്ത് മനസ്സിലാക്കണം, ഗേറ്റ് 1 ആക്ട്സ് ആസ് സോഴ്സ്.
അപ്പോൾ ഡ്രൈവിംഗ് ഗേറ്റ് ആണ് സോഴ്സ്, ഗേറ്റ് ടു ആക്ട് ആസ് ലോഡ്. ദ ഔട്ട്പുട്ട് ഓഫ് ഗേറ്റ് 1 ഈസ് ഹൈ. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു നാൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? എന്തായാലും 2 ഇൻപുട്ട് ലോ ആകുമ്പോൾ എന്തായാലും ഔട്ട്പുട്ട് 1 ആണല്ലോ. അപ്പോൾ ആ രീതിയിൽ ഈ ഡ്രൈവിംഗ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും? ഇറ്റ് സപ്ലൈസ് കറണ്ട് I1H ടു ദ ഇൻപുട്ട് ഗേറ്റ് 2. അപ്പോൾ അവിടെ 1 ആകുമ്പോൾ എന്താവും? സ്വാഭാവികമായിട്ടും ഗേറ്റ് 2ലേക്ക് അതൊരു കറണ്ടിന് എന്ത് ചെയ്യും? സപ്ലൈ ചെയ്യും. ഇതിനെയാണ് കറണ്ട് സോഴ്സിങ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഗേറ്റിൽ നിന്ന്, ഡ്രൈവിംഗ് ഗേറ്റിൽ നിന്ന് ലോഡ് ഗേറ്റിലേക്ക് കറണ്ടിനെ സപ്ലൈ ചെയ്യുന്നതിനെയാണ് കറണ്ട് സോഴ്സിങ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഡ്രൈവിംഗ് ഗേറ്റ് സപ്ലൈ സോഴ്സസ് കറണ്ട് ടു ലോഡ് ഗേറ്റ് ഇൻ ഹൈ സ്റ്റേറ്റ്. ഹൈ സ്റ്റേറ്റിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻപുട്ട് രണ്ടും ലോ ആയി കഴിഞ്ഞാലാണ് ഔട്ട്പുട്ടിൽ ഹൈ വരിക. ആ സമയത്ത് എന്ത് ചെയ്യും? ലോഡ് ഗേറ്റിലേക്ക് ഒരു കറണ്ടിന് സപ്ലൈ ചെയ്യും. അതിനെയാണ് കറണ്ട് സോഴ്സിങ് എന്ന് പറയുന്നത്. ഇനി നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആലോചിക്കുക, കറണ്ട് സിങ്കിങ്. അതിൻ്റെ ഫിഗറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെയും ഡ്രൈവിംഗ് ഗേറ്റ് ഉണ്ട്, ലോഡ് ഗേറ്റ് ഉണ്ട്. ഡ്രൈവിംഗ് ഗേറ്റ് രണ്ടും ഹൈ ആവുമ്പോൾ ആ സമയത്ത് ഇവിടെ ഔട്ട്പുട്ട് സ്വാഭാവികമായിട്ട് നാൻഡ് ഗേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. ആ സമയത്തുള്ള ആക്ഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫ്രം ദ ഫിഗർ ഗേറ്റ് 1 ആക്ട്സ് ആസ് സോഴ്സ് ആൻഡ് ഗേറ്റ് 2 ആസ് ലോഡ്. നേരത്തെ പോലെ തന്നെ ആസ് സൂൺ ആസ് ദ ഔട്ട്പുട്ട് ഓഫ് ഗേറ്റ് 1 ഗോസ് ലോ. 2 ഇൻപുട്ടും ഹൈ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കുമല്ലോ. ആ സമയത്ത് കറണ്ട് സ്റ്റാർട്ട് ടു ഫ്ലോയിങ് ടു ദ ഔട്ട്പുട്ട് ടെർമിനൽ ഓഫ് ഗേറ്റ് 1. ഗേറ്റ് 1ൻ്റെ ടെർമിനലിലേക്ക് എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. Thus, when the gate 1 is accepting the current through its output terminal, it is called sinking. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? നേരെ തിരിച്ചാണ്. ഫസ്റ്റ് ഗേറ്റിൻ്റെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0 ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടാണ് എന്ത് ചെയ്യുക? പൊട്ടൻഷ്യൽ കുറവുള്ളത്. അങ്ങോട്ട് എന്ത് ചെയ്യും? ലോഡ് ഗേറ്റിൽ നിന്ന് കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആ രീതിയിലുള്ള കറണ്ടിൻ്റെ ഫ്ലോയിനെയാണ് അല്ലെങ്കിൽ സപ്ലൈയെയാണ് കറണ്ട് സിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ഡ്രൈവിംഗ് ഗേറ്റിൽ നിന്ന് ലോഡ് ഗേറ്റിലേക്കും രണ്ടാമത്തത് ലോഡ് ഗേറ്റിൽ നിന്ന് ഡ്രൈവിംഗ് ഗേറ്റിലേക്കാണ്. അഥവാ കറണ്ട് സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഡ്രൈവിംഗ് ഗേറ്റിൽ നിന്ന് ലോഡ് ഗേറ്റിലേക്കും, കറണ്ട് സിങ്കിങ് എന്ന് പറയുമ്പോൾ ലോഡ് ഗേറ്റിൽ നിന്ന് ഡ്രൈവിംഗ് ഗേറ്റിലേക്കും കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവും. അതിനെയാണ് ആ 2 ടേം സൂചിപ്പിക്കുന്നത്. ഇനി നമ്മുടെ ICകളിലൊക്കെ സാധാരണയായി ഉപയോഗിക്കുന്ന അല്പം ടേംസ് ഉണ്ട്. അതിൽ 3 ടേംസുകൾ, 3 ലോജിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കോമൺ ആയിട്ട് ഉപയോഗിച്ച് വന്നിരുന്ന ഒരു ലോജിക്കാണ് RTL അഥവാ റെസിസ്റ്റർ ട്രാൻസിസ്റ്റർ ലോജിക്ക്. RTL എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ റെസിസ്റ്ററും ട്രാൻസിസ്റ്ററും മാത്രം ഉപയോഗിച്ച് നടത്തുന്ന അത് അല്ലെങ്കിൽ അവ നിർമ്മിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ലോജിക്കാണ് റെസിസ്റ്റർ ട്രാൻസിസ്റ്റർ ലോജിക്ക്. അപ്പോൾ നോക്കുക, ഇത് ശരിക്കൊരു നോർ ഗേറ്റിൻ്റെ ഓപ്പറേഷനാണ് ഈ ലോജിക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സർക്യൂട്ട് ഒന്ന് നോക്കാം. ഇവിടെ എങ്ങനെയാണ് നോർ ഗേറ്റിൻ്റെ ലോജിക്ക് തരുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ RTL നോർ ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞു തന്നത്. അപ്പോൾ നോർ ഗേറ്റ് ആകുമ്പോൾ അതിൻ്റെ ടേബിൾ നോക്കാം, ട്രൂത്ത് ടേബിൾ. നോർ ഗേറ്റ് 0 ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഔട്ട്പുട്ട് 1 ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ ടേമിലും 0 ആയിരിക്കും. 0 1ൽ എന്താണ്? 0 ആണ്. 1 0ൽ 0 ആണ്. 1 1ൽ 0 ആണ്. ഒരു ഓർ ഗേറ്റ് ആണ് എന്താണ് തരുന്നത്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആലോചിച്ചാൽ മതി. അപ്പോൾ ആ രീതിയിൽ ഈ രീതിയിൽ വർക്ക് ചെയ്യുന്ന സർക്യൂട്ടാണ് RTL റെസിസ്റ്റർ ട്രാൻസിസ്റ്റർ ലോജിക് എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് എയും ബിയും ആണ് ഇൻപുട്ടുകൾ. ആദ്യം എയും ബിയും ആണ് ഇൻപുട്ടുകൾ, എയും ബിയും. ഇത് നോർ ഗേറ്റ് ആയിട്ടാണ് ഈ സർക്യൂട്ട് ആക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഈ രീതിയിലാണ് ഈ ലോജിക്ക് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 0, 2
എയും ബിയും 0 ആണെങ്കിൽ 0 0 ആവുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ സമയത്ത് ഇതിൻ്റെ ട്രാൻസിസ്റ്ററിലേക്ക് എന്തില്ല, സപ്ലൈ അല്ല, ബേസിലേക്ക് ഒന്നും വരുന്നില്ല, 0 ആണ്. ഇവിടെയും 0 ആണ്. ഇത് ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എയും ബിയും. ആ സമയത്ത് Q1ഉം യഥാക്രമം Q1ഉം Q2 എന്താണ്, രണ്ടും 0 ആകുമ്പോൾ Q1ഉം Q2ഉം ഓഫാണ്. ആ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ VCC ആയി കൊടുത്തിരിക്കുന്നത് അത് നേരെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ലഭിക്കുന്നു. VCC കൊടുത്തത് നേരെ ഇവിടെ ഔട്ട്പുട്ടിൽ ലഭിക്കുന്നു. VCC 1 ആയിരിക്കും. VCC +5 വോൾട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോജിക്ക് 1 ആണ്. അപ്പോൾ 0 0 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ നമുക്ക് 1 ലഭിച്ചു കഴിഞ്ഞു. ഇങ്ങനെയാണ് ആ ലോജിക്ക്. ഇനി നോക്കുക, നെക്സ്റ്റ് 0 1 ആണ്. 0 1 ആവുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ ട്രാൻസിസ്റ്റർ ഫസ്റ്റത്തത് വർക്ക് ചെയ്യില്ല. എന്നാൽ ഇവിടെ B1 ആയതുകൊണ്ട് തന്നെ ഇതുവഴി എന്ത് ചെയ്യും, Q2 ഓണാണ്. Q2 ഓൺ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, Q2 വഴി എന്ത് ചെയ്യും, അതിൻ്റെ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് ഗ്രൗണ്ടായി പോകുന്നു, ഇങ്ങോട്ട് ഗ്രൗണ്ടായി പോകുന്നു. അപ്പോൾ Q2 ഓൺ ആവുമ്പോൾ ഈ ട്രാൻസിസ്റ്റർ ഓണായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇതുവഴി സാച്ചുറേഷൻ സ്റ്റേറ്റിലേക്ക് ട്രാൻസിസ്റ്റർ മാറുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അതിവിടെ കാണില്ല. ഔട്ട്പുട്ടിൽ 0 ആയിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് ലഭിക്കുന്നു. ഇനി നെക്സ്റ്റ് ഇത് 1ഉം ഇത് 0 ആയി കഴിഞ്ഞാൽ ഇതേ പ്രൊസീജിയർ തന്നെ ഈ Q1 എന്നുള്ളത് ട്രാൻസിസ്റ്റർ ഓൺ ആയിട്ട് ആ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ മോഡിലേക്ക് മാറിയിട്ട് കൊടുക്കുന്ന ഇൻപുട്ട് ഗ്രൗണ്ടായി പോകുന്നു. ആ സമയത്തും ഇവിടെ വീണ്ടും 0 ലഭിക്കുന്നു. ഇനി രണ്ടും 1 ആയി കഴിഞ്ഞാൽ, രണ്ട് എയും ബിയും 1 ആയി കഴിഞ്ഞാലും ഇതേ അവസ്ഥയാണ്. ഇവിടെ രണ്ട് ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യുന്നു, സാച്ചുറേഷൻ മോഡിലേക്ക് മാറിയിട്ട് കൊടുക്കുന്ന ഔട്ട്പുട്ട് അങ്ങനെ ഗ്രൗണ്ടായി പോകുന്നു. ആ സമയത്ത് ഔട്ട്പുട്ട് ലഭിക്കുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഒന്നുകൂടി പറയാം, നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ് തരുന്നത്. അപ്പോൾ ഫസ്റ്റ് 0 0 ആവുമ്പോൾ രണ്ട് ട്രാൻസിസ്റ്റർ എന്താണ്, ഓഫാണ്. ഓഫായത് കൊണ്ട് തന്നെ രണ്ടിലേക്കും സപ്ലൈ വരാത്തത് കൊണ്ട് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണോ അതിവിടെ നമുക്ക് ലഭിക്കുന്നു. രണ്ടാമത്തെ കേസിൽ ഇവിടെ 0യും ഇവിടെ 1ഉം ആയി കഴിഞ്ഞാൽ, ഇവിടെ 1 കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിലേക്ക് സപ്ലൈ ഉണ്ട്, ട്രാൻസിസ്റ്റർ ഓണായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഈ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യുന്നു, ഇതുവഴി ഇതിലേക്ക് സാച്ചുറേഷൻ മോഡിലേക്ക് മാറിയിട്ട് ഇവിടെ കൊടുക്കുന്ന സപ്ലൈ ഇതുവഴി ഗ്രൗണ്ടായി പോകുന്നു. അപ്പോൾ ഔട്ട്പുട്ടിൽ നിന്നുണ്ടാവില്ല, നമുക്ക് ഒന്നും ഉണ്ടാവില്ല. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ ഇവിടെ 1ഉം ഇവിടെ 0 ആണെങ്കിലും ഇത് തന്നെയാണ്, ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നു, ഇതുവഴി എന്ത് ചെയ്യുന്നു, ഗ്രൗണ്ടായി പോകുന്നു. ആ സമയത്തും കൊടുക്കുന്ന സപ്ലൈ ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ ഔട്ട്പുട്ടിൽ ഒന്നും നമുക്ക് ലഭിക്കില്ല. ഇനി അവസാന സ്റ്റേറ്റ് ആണെങ്കിൽ രണ്ട് ട്രാൻസിസ്റ്ററും ഓണായിട്ട് ആ രീതിയിൽ തന്നെ ഔട്ട്പുട്ടിൽ എന്തില്ല, നമുക്ക് സപ്ലൈ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതാണ് RTL. അതിൻ്റെ ടേബിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 0 0 ആണെങ്കിൽ Q1 ഓഫാണ്, Q2 ഓഫാണ്, Y 1 ആണ്. 0 1 ആണെങ്കിൽ Q1 ഓഫ്, Q2 ഓണ്, Y 0. 1 0 ആണെങ്കിൽ Q1 ഓണ്, Q2 ഓഫ്, ഇവിടെയും 0 തന്നെയാണ്. 2 1 ആണെങ്കിൽ രണ്ട് ട്രാൻസിസ്റ്ററും ഓൺ ആവുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, 0 ലഭിക്കുന്നു. ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒന്നുകൂടി പറയാം. A = B = 0 ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, രണ്ട് ട്രാൻസിസ്റ്ററും ഓഫായിട്ട് കറണ്ട് എന്ത് ചെയ്യുന്നു, RCയിലൂടെ പോകുന്നില്ല. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, അവിടെ ഔട്ട്പുട്ട് VCCക്ക് ഈക്വലായിട്ട് അവിടെ 1 ലഭിക്കുന്നു. ഇനി രണ്ടാമത്തെ കേസ് A 0യും B 1 ആണെങ്കിൽ Yയിൽ 1 ലഭിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. ആ 4 പിന്നെ കണ്ടീഷനാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഒരു നോർ ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകതകളെ പുവർ നോയ്സ് മാർജിനാണ്, പുവർ ഫാൻ ഔട്ട്, ലോ സ്പീഡ്, ഹൈ പവർ ഡിസിപ്പേഷൻ. ഒക്കെ ഇതിൻ്റെ ഡീമെറിറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മറികടക്കാൻ വേണ്ടി വേറെ ലോജിക്കുകളാണ് എന്ത് ചെയ്യുന്നത്,
ഉപയോഗിക്കുന്നത്. ഇതതിൻ്റെ ബേസിക് ഒരു ലോജിക്കാണ്. നെക്സ്റ്റ് ഡയോഡ് ട്രാൻസിസ്റ്റർ ലോജിക് DTL. DTL എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കാം, ഇതൊരു നാൻഡ് ഗേറ്റിൻ്റെ ഓപ്പറേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ഭാഗമായിട്ടാണ് ഈ സർക്യൂട്ട് കാണിച്ചിട്ടുള്ളത്. ഒന്ന് ഈ 2 ഡയോഡും ഒരു RD എന്നുള്ള റെസിസ്റ്റർ അടങ്ങിയിരിക്കുന്ന ആൻഡ് ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഭാഗം. രണ്ടാമത്തത് ഇൻവെർട്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഡയോഡും അതുപോലെ ട്രാൻസിസ്റ്റർ അടങ്ങിയിരിക്കുന്ന ഒരു ഭാഗം. ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. Y ആണ് ഔട്ട്പുട്ട്. അപ്പോൾ എങ്ങനെ ഇത് വർക്ക് ചെയ്യും നോക്കാം. ഇവിടെ ഈ എയും ബിയും ഇത് രണ്ടും ഗ്രൗണ്ടിലേക്കാണ് ഇതിൻ്റെ 2 ടെർമിനലും അവസാനം കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഇത് എന്തുകൊണ്ടൊരു നാൻഡ് ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ള നമുക്ക് നോക്കേണ്ടത്. അതിൻ്റെ ടേബിൾ കാര്യങ്ങൾ പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് 0 0 രണ്ടും 0 ആണെങ്കിൽ, എയും ബിയും 0 ആണെങ്കിൽ നാൻഡ് ഗേറ്റ് എന്ത് വരണം? 1 വരണം. ഇനി 0 1 ആണെങ്കിൽ 1 ആണ്, 1 0 ആണെങ്കിൽ 1 ആണ്, 1 1 ആണെങ്കിൽ മാത്രം എന്താണ് നാൻഡ് ഗേറ്റ് 0 ഔട്ട്പുട്ട് ഇവിടെ നമുക്ക് ലഭിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ആദ്യം 0 0 നോക്കാം. 0 0 തരുമ്പോൾ ഇത് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് ഈ എമ്മിലെ എം എന്നൊരു പോയിന്റ് ഉണ്ട്. ഈ ഡയോഡ് 2 ഡയോഡുകളും ഫോർവേഡ് ബയസിലായിരിക്കും. കാരണം ഇവിടെയാണ് VCC, ഇങ്ങനെ പ്ലസ് വന്നിട്ട് രണ്ടും കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഇവിടെ എന്തുണ്ടാവുള്ളൂ, അതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അഥവാ 0.7 വോൾട്ടേജ് ആണ് എന്തുണ്ടാവുള്ളൂ, അത് കണ്ടക്ട് ചെയ്യാൻ ആവശ്യമായ ആ മിനിമം വോൾട്ടേജ് 0.7 വോൾട്ട് അല്ലെങ്കിൽ 0.3 ഡയോഡ് അനുസരിച്ചിരിക്കും. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ 0.7 പറയുന്നു. അപ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാവുക, കണ്ടക്ട് ചെയ്തിട്ട് ഈ രീതിയിൽ പോവും. ഇതുവഴി എന്ത് ചെയ്യും, ഗ്രൗണ്ടായി പോവും. 2 0 ആണെങ്കിൽ എന്തായാലും 2 വഴി പോവുമല്ലോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ എമ്മിലുണ്ടാവുക 0.7 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ആ 0.7 വോൾട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് പറ്റില്ല, 0.7 വോൾട്ട് വെച്ചിട്ട് ഇതുവഴി ഈ ട്രാൻസിസ്റ്റർ ഓൺ ആക്കാൻ പറ്റില്ല. അത് ഓൺ ആവാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, 0 0 എന്താണോ കൊടുത്തത്, 0 0 ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ കൊടുത്തിരിക്കുന്ന സപ്ലൈ തന്നെ എന്ത് ചെയ്യും ഇവിടെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ഈ വഴി കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, എന്നിരുന്നാലും എന്താവുന്നില്ല, ഇതിൻ്റെ ലോജിക്ക് നോക്കുമ്പോൾ ഇവിടെ 0 ആണ്, ഇവിടെയും 0 ആണ്, ഇവിടെ ഹൈ ആണ്, ഇവിടെ ഹൈ ആണ്. അപ്പോൾ ആ കൺസെപ്റ്റ് നോക്കുമ്പോൾ ഇവിടെ ഇത് കണ്ടക്ട് ചെയ്യുന്നു മനസ്സിലാക്കി. അപ്പോൾ 0.7 വോൾട്ട് ഉണ്ടാവും. ആ 0.7 വോൾട്ട് വെച്ചിട്ട് ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺ ആവാത്തത് കൊണ്ട് തന്നെ ഈ ട്രാൻസിസ്റ്റർ വഴിയിട്ട് എന്താവുന്നില്ല, നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ മോഡിലേക്ക് പോകുന്നില്ല. യെസ്, അത് പോകാത്തത് കൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, നമുക്ക് ഔട്ട്പുട്ടിൽ ലഭിക്കുന്നു. അഥവാ ഈ ട്രാൻസിസ്റ്റർ എപ്പോഴാണോ ഓൺ ആവുന്നത് അപ്പോഴാണ് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ അല്ലെങ്കിൽ കൊടുക്കുന്ന വോൾട്ടേജ് ട്രാൻസിസ്റ്റർ വഴി ഡ്രോൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ മോഡിലേക്ക് മാറിയിട്ട് വോൾട്ടേജ് അവിടെ ഗ്രൗണ്ടായി പോവുള്ളൂ. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവാത്ത കാലത്തോളം എന്താണ്, കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നു. അപ്പോൾ 0 0 ആകുമ്പോൾ ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സപ്ലൈ വോൾട്ടേജ് തന്നെ വൈയിൽ നമുക്ക് ലഭിക്കുന്നു. നെക്സ്റ്റ് 0 1 ആണെങ്കിൽ, 0 1 ആണെങ്കിലും അതുപോലെ തന്നെയാണ്. ഇവിടെ 0 1 ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ ഡയോഡ് എന്താണ് അതുപോലെ 0.7 വോൾട്ടോട് തരുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നില്ല.
ആ സമയത്ത് വീണ്ടും കൊടുത്തിരിക്കുന്ന സപ്ലൈ തന്നെ നമുക്ക് ലഭിക്കുന്നു. ഇനി 10 ആകുമ്പോഴും ഇതേ പ്രൊസീജിയർ തന്നെയാണ്. 10 ആകുമ്പോഴും എന്ത് ചെയ്യുന്നു, ഈ ഡയോഡ് വഴി 0.7 വോൾട്ട് ഇവിടെ നമുക്ക് ലഭിക്കുന്നു. അതെന്താകുന്നില്ല, ഇത് ഓണാക്കാനുള്ള അതിലേക്ക് തികയില്ല, അപ്പോൾ അത് ഓണാവില്ല. ഇനി ലാസ്റ്റ് എന്താണ്, 1 ഇത് രണ്ടും 1 ആകുമ്പോൾ 1 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ രണ്ട് ഡയോഡും റിവേഴ്സ് ബയാസാണ്. ആ സമയത്ത് എന്താണോ സപ്ലൈയിൽ കൊടുത്തത് അതെന്ത് ചെയ്യും, ഇതുവഴി ഇതിലേക്ക് എത്തിയിട്ട് ഈ ട്രാൻസിസ്റ്റർ ഓണാവുന്നു. അത് ഓണാവുന്നത് കൊണ്ട് തന്നെ പിന്നെ ഈ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ മോഡിലേക്ക് മാറിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് ഇത് നമുക്ക് ലഭിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് 0 എന്നുള്ള ഒരു കണ്ടീഷൻ ലഭിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ എങ്ങനെയാണിത് നാൻഡ് ഗേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ടേം വരുന്നുണ്ട്, അപ്പോൾ നോക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ടേബിള്. 0 Q ഓഫാണ്, ആ സമയത്ത് Y 1 ആണ്. അതായത് ട്രാൻസിസ്റ്റർ ഓഫ് ആകുമ്പോഴേ എന്തേ ഉള്ളൂ, ഔട്ട്പുട്ട് ലഭിക്കുകയുള്ളൂ. 0 1 ആണ്, 10 1 ആണ്, 11 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കാം വർക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി നോക്കാം. ഇഫ് ബോത്ത് എ ആൻഡ് ബി ആർ കണക്റ്റഡ് ടു ഗ്രൗണ്ട്, ആദ്യം പറഞ്ഞിരുന്നു എയും ബിയും ഗ്രൗണ്ടിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യും, രണ്ട് ഇൻപുട്ടും ലോ ആണല്ലോ, അപ്പോൾ D1 D2 എന്ത് ചെയ്യും, ഫോർവേഡ് ബയാസ് ആണ്. അപ്പോൾ എം എന്ന പോയിന്റിലെ, ഇതാണ് എം എന്നുള്ള പോയിന്റ്, എം എന്ന പോയിന്റിൽ എന്ത് ചെയ്യും, ഡയോഡിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് അതായത് 0.7, ആ ഡയോഡ് പിന്നെ ഓൺ ആവാൻ ആവശ്യമായ മിനിമം വോൾട്ടേജ് 0.7 അല്ലെങ്കിൽ 0.3. അപ്പോൾ 0.7 എന്ത് ചെയ്യും, അത് അവിടെ ആ വോൾട്ടേജ് എമ്മിലുണ്ടാവും. ഇറ്റ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു ഓൺ ട്രാൻസിസ്റ്റർ ക്യൂ. അതെന്ത് ചെയ്യില്ല, ട്രാൻസിസ്റ്റർ ക്യൂവിനെ ഓൺ ആക്കാനുള്ളത് തികയില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ക്യൂ ഈസ് ഇൻ കട്ട് ഓഫ് ആൻഡ് ഔട്ട്പുട്ട് Y = VCC = ലോജിക് 1. ഇനി ഏതെങ്കിലും ഒന്ന് ഓൺ ആയി കഴിഞ്ഞാൽ എയ്തർ A or B ഈസ് ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഓഫ് ആയി കഴിഞ്ഞാൽ 0 1 എന്നുള്ള കണ്ടീഷൻ ആയിക്കോട്ടെ, അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, ആ 0 എന്നൊരു കണ്ടീഷനിലുള്ള ഡയോഡ് എന്ത് ചെയ്യും, ഫോർവേഡ് ബയാസ് ആയിട്ട് ഇതേ ഓപ്പറേഷൻ ആ എമ്മിൽ എന്ത് ചെയ്യും, 0.7 വോൾട്ട് വരും. ആ സമയത്ത് അത് തികയില്ല, എന്തിനു വേണ്ടിയിട്ട്, ആ 0.7 എന്താവില്ല, ആ ട്രാൻസിസ്റ്ററിനെ വീണ്ടും കട്ട് ഓഫ് മോഡിലാക്കും. അവിടെ എന്ത് ചെയ്യുന്നു, 1 ലഭിക്കുന്നു. ഇനി രണ്ടും 1 ആകുമ്പോൾ മാത്രം എന്ത് ചെയ്യുള്ളൂ, അവിടെ പറഞ്ഞിരിക്കുന്നത് A and B ബോത്ത് ആർ ഹൈ ആകുമ്പോൾ എന്ത് ചെയ്യും, D1 and D2 വിൽ ബി റിവേഴ്സ് ബയാസ്ഡ് ആൻഡ് ഡു നോട്ട് കണ്ടക്ട്. അപ്പോൾ D3 and D4 ആർ ഫോർവേഡ് ബയാസ് ആവും. ആൻഡ് ബേസ് കറണ്ട് സപ്ലൈ ടു Q, ബേസ് കറണ്ട് എന്ത് ചെയ്യും, Qയിലേക്ക് വരും. അങ്ങനെ ട്രാൻസിസ്റ്റർ ഓൺ ആവും, സാച്ചുറേഷൻ മോഡിലേക്ക് മാറും. ആ സമയത്ത് എന്ത് ചെയ്യില്ല, നമ്മൾ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് Yയിൽ ലഭിക്കില്ല. അപ്പോൾ രണ്ടും 1 ആകുമ്പോൾ ഔട്ട്പുട്ട് 0 ലഭിക്കുന്ന കണ്ടീഷൻ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ലഭിക്കുന്നു. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാ വെച്ചാൽ, അത് കഴിഞ്ഞ RTLനെ അപേക്ഷിച്ച് ഇതിൻ്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രേറ്റർ ഫാൻ ഔട്ടാണ്, പിന്നെ ഗ്രേറ്റർ നോയ്സ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യുക, ഡയോഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, DTL സർക്യൂട്ട് മോർ എക്കോണമിക്കലാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി നെക്സ്റ്റ് വരുന്നത് TTL ആണ്, ട്രാൻസിസ്റ്റർ ലോജിക്ക്. ഇതിൻ്റെ പേര് TTL ആണ്, ട്രാൻസിസ്റ്റർ ലോജിക്ക്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കാം, 4 ട്രാൻസിസ്റ്ററുകളുണ്ട്, Q1 Q2 Q3 Q4. അതിൽ Q1 മൾട്ടി എമിറ്റർ ട്രാൻസിസ്റ്ററാണ്, 2 എമിറ്റർ ഉള്ള ആ രീതിയിലുള്ള ട്രാൻസിസ്റ്ററാണ് Q1. Q2 Q3 Q4 അത് സാധാരണ ഓർഡിനറി ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇതാണ് അതിൻ്റെ സർക്യൂട്ട്. അപ്പോൾ ഇവിടെ നോക്കാം, ഈ ഭാഗം, ഈ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ മൾട്ടി എമിറ്റർ ട്രാൻസിസ്റ്റർ എന്നുള്ള ഭാഗം, അതിൻ്റെ ഒരു ഈക്വലൻ സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 2 ഡയോഡ് റിവേഴ്സ് രീതിയിൽ കണക്ട് ചെയ്തു.
ഒരു ഡയോഡ്. ഈ 2 ഡയോഡും സൂചിപ്പിക്കുന്നത് 2 എമിറ്ററിൻ്റെ ജംഗ്ഷനെയാണ്. അതുപോലെ ബേസ് കളക്ടർ ജംഗ്ഷനാണ് D3 എന്ന രൂപത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ടാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കാം, ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ഇതും ഒരു നാൻഡ് ഗേറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതെങ്ങനെ നോക്കാം. ഇവിടെ ഫസ്റ്റ് 2 0 കൊടുക്കുമ്പോൾ അതിൻ്റെ തിയറി പാർട്ട് പറയാം, ഒന്നുകൂടെ കൺഫ്യൂഷൻ മാറും. ഇതാണ് അതിൻ്റെ തിയറി പാർട്ട്. എ ആൻഡ് ബി ബോത്ത് ആർ ലോ, അത് രണ്ടും ലോ ആണെങ്കിൽ, പറഞ്ഞ് രണ്ടും 0 ആണെങ്കിൽ ഈ എയും ബി എന്തായിട്ടുണ്ടാവും, ഗ്രൗണ്ടിനോട് കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ ആ മൾട്ടി എമിറ്റർ ട്രാൻസിസ്റ്ററിൻ്റെ ബി ജംഗ്ഷൻ എന്ത് ചെയ്യും, ഫോർവേഡ് ബയാസിലാവും. അത് ഫോർവേഡ് ബയാസ് ആവുമ്പോൾ D1 ആൻഡ് D2 വിൽ കണ്ടക്ട് ഫോഴ്സ് ദ വോൾട്ടേജ് അറ്റ് പോയിൻറ്റ് C ടു 0.7 വോൾട്ട് എന്ന് പറഞ്ഞാൽ, ഇനി ഇതിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ട് വെച്ചാണ് പറയുന്നത്. ഇതാണ് ഈക്വലൻറ്റ് സർക്യൂട്ട്. ഈ ജംഗ്ഷന് നോക്കുക, ഈ ജംഗ്ഷന് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയോഡിൻ്റെ ഭാഗമാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ച് പറയാം, രണ്ടും 0 ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ ജംഗ്ഷൻ എന്ത് ചെയ്യും, ഫോർവേഡ് ബയാസ് ആവും. ആ സമയത്ത് എന്ത് ചെയ്യും, പോയിൻറ്റ് സി എന്ന് പറയുമ്പോൾ ഏകദേശം പോയിൻറ്റ് സി ഇവിടെ, അഥവാ ഇതിലെ ഈ പോയിൻറ്റ് സി എന്താവും, നേരത്തെ പറഞ്ഞ പോലെ പോയിൻറ്റ് സിയിൽ 0.7 വോൾട്ട് വരുന്നു. കാരണം അവിടെ ഫോർവേഡ് ബയാസ് ആണ്. കാരണം ഇത് രണ്ടും എന്താണ്, ഗ്രൗണ്ടിനോട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് പോയിൻറ്റ് സിയിൽ 0.7 വോൾട്ട് വരുന്നു. ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ 0.7 വോൾട്ട് വരുന്നു. ആ 0.7 ഉപയോഗിച്ചിട്ട് എന്താ പറ്റൂല, ഈ ഡയോഡ് മുഖേന എന്താവില്ല, Q2 ഓണാവാനുള്ള വോൾട്ടേജ് അതിന് തികയില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ആ സമയത്ത് Q2 ഓണാവുന്നില്ല. അപ്പോൾ D1 ആൻഡ് D2 വിൽ കണ്ടക്ട് ടു ഫോഴ്സ് ദ വോൾട്ടേജ് അറ്റ് പോയിൻറ്റ് സി. 0.7 വോൾട്ട് അവിടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്തില്ല, ദിസ് വോൾട്ടേജ് ഇൻസഫിഷ്യൻറ്റ് ടു ഫോർവേഡ് ബയാസ് ബി ജംഗ്ഷൻ ഓഫ് Q2. സോ Q2 റിമെയിൻ ഓഫ്. അതുകൊണ്ട് Q2 എന്തായിരിക്കും, ഓഫ് ആയിരിക്കും. Q2 ഓഫ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന സപ്ലൈ തന്നെ എന്ത് ചെയ്യും, ഔട്ട്പുട്ടിൽ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ 0 1 ലഭിച്ചു. 1 ലഭിക്കുക എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ പറയാനുണ്ട്. അപ്പോൾ അവിടെ എന്തുണ്ട്, ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട് Q3, ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും, Q3 ഇത് ഓൺ ആവുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ Q3 എന്താവും, അത് എമിറ്റർ ഫോളോവർ മോഡിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ VCCയിൽ കൊടുത്തിരിക്കുന്ന ആ വോൾട്ടേജ് എന്ത് ചെയ്യും, ആ വോൾട്ടേജ് Q3 വഴി എന്ത് ചെയ്യും, ഡിയിൽ നിന്നാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുക, D. അപ്പോൾ ആ ഡിയിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ കൊടുത്തിരിക്കുന്ന VCC തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ഇപ്പോൾ 0 ആണ്. 1 ആവുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. 1 ആവുമ്പോൾ A 0 ആണെങ്കിൽ AY എന്ത് ചെയ്യുന്നു, അത് കണ്ടക്ഷൻ നടന്നിട്ട് 0.7 വോൾട്ട് അത് Q2 ഓഫ് റിമെയിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, 0 നമുക്ക് 1 ലഭിക്കുന്നു. നേരത്തെ പറഞ്ഞതേ ലോജിക്ക്. ഇനി 10 ഇതേപോലെ തന്നെയാണ്. A1 ആണെങ്കിൽ BY എന്ത് ചെയ്യുന്നു, അവിടെ സിയിൽ 0.7 വോൾട്ട് ലഭിക്കുന്നു. അവിടെ എന്ത് ചെയ്യുന്നു, Q2 റിമെയിൻസ് ഓഫ് ആൻഡ് Q3 വിൽ പെർഫോം ആസ് എമിറ്റർ ഫോളോവർ ആൻഡ് വിൽ ഗെറ്റ് ഔട്ട്പുട്ട് ആസ് 1. ഇനി 1 എന്ന് വരുമ്പോൾ നോക്കുക, അവിടെ എയും ബിയും എന്തായിരിക്കും, 2 ഡയോഡ് എന്തായിരിക്കും, അല്ലെങ്കിൽ D1 D2 എന്തായിരിക്കും, റിവേഴ്സ് ബയാസ് ആയിരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, Q2 ഓൺ ആവുന്നു. Q2 ഓൺ ആവുമ്പോൾ എന്ത് ചെയ്യുന്നു, Q3 ഓൾറെഡി ഓണാണല്ലോ. ആ Q3 വൈ എന്ത് ചെയ്യുന്നു, Q3 വൈ ഇവിടെ Q2 ഓൺ ആവുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, അവസാന കണ്ടീഷനിൽ മാത്രമാണ് ഓൺ ആവുന്നത്. അപ്പോൾ അതുവരെ Q2 ഓഫാണ്. അപ്പോൾ Q2 ഓൺ ആവുമ്പോൾ എന്ത് ചെയ്യുന്നു, Q3 വൈ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് സപ്ലൈ കറണ്ട് ഡ്രോ ചെയ്യുന്നു. Q2 ഓൺ ആവുന്നു. Q2 ഓൺ ആയി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ബേസിലേക്ക് സപ്ലൈ കിട്ടിയിട്ട് Q4 ഓൺ ആവുന്നു. Q4 ഓൺ ആവുമ്പോൾ അത് എന്ത് ചെയ്യുന്നു, നമ്മൾ കൊടുത്തിരിക്കുന്ന സപ്ലൈ എന്ത് ചെയ്യുന്നു,
ഗ്രൗണ്ട് ചെയ്ത് പോകുന്നു. നമുക്ക് എന്ത് ചെയ്യുന്നില്ല, Q3യിൽ ഒന്നും ലഭിക്കുന്നില്ല. അങ്ങനെ Q3യിൽ 0 എന്നുള്ള ഔട്ട്പുട്ട് ലഭിക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു ട്രാൻസിസ്റ്റർ ലോജിക്ക്. ഇവിടെ വേണ്ടത് ഒരു മൾട്ടി എമിറ്റർ ട്രാൻസിസ്റ്റർ, അതുപോലെ ബാക്കി 3 ഓർഡിനറി ട്രാൻസിസ്റ്റേഴ്സ്. അതിൽ Q1 ആണ്, അവയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. Q1ൽ 0 ആകുമ്പോൾ Q1 എന്ത് ചെയ്യുന്നു, ഫോർവേഡ് ബയാസ് ആയിട്ട് അവിടെ കണ്ടക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, Q2 റിമെയിൻസ് ഇൻ ഓഫ് സ്റ്റേറ്റ്. അങ്ങനെ എന്ത് ചെയ്യുന്നില്ല, ഓഫ് സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന സപ്ലൈ Q3 വഴി Q2 ഓഫ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്ടാവില്ല, ഇവിടെ Q4 ഓഫ് ആവില്ല. അപ്പോൾ ഗ്രൗണ്ടിലേക്ക് സപ്ലൈ പോകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ Q2 വഴി അവിടെ സപ്ലൈ നമുക്ക് ലഭിക്കുന്നു. Q2 കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഡിയിൽ എന്ത് ചെയ്യുന്നു, കൊടുത്തിരിക്കുന്ന VCC ലഭിക്കുന്നു. എപ്പോഴാണോ Q2 ഓൺ ആവുന്നത്, ആ Q2 ഓൺ ആവുന്നത് രണ്ട് കണ്ടീഷനും എയും ബിയും 1 ആകുമ്പോഴാണ്, അഥവാ അവിടെ റിവേഴ്സ് ബയാസ് ആകുമ്പോഴാണ്. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, Q2 ഓണായിട്ട് Q2 വഴി Q4 ഓണായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ കൊടുത്തിരിക്കുന്ന സപ്ലൈ നമുക്ക് ആ രീതിയിൽ ഗ്രൗണ്ട് ചെയ്ത് പോകുന്നു. ആ സമയത്ത് മാത്രം നമുക്ക് 0 എന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ടേബിളാണ്, അഥവാ നാൻഡ് ഗേറ്റിൻ്റെ ടേബിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി CMOS ആണ്. നേരത്തെ പറഞ്ഞു, സ്റ്റാൻഡ്സ് ഫോർ കോംപ്ലിമെൻ്ററി സിമ്മട്രി മോസ്ഫെറ്റ്സ്. അത് PMOSൻ്റെയും NMOSൻ്റെയും എന്താണ്, അതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ PMOS എന്ന് പറയുമ്പോൾ അത് P ചാനൽ മോസ്ഫെറ്റ് ആണ്. അപ്പോൾ ഗേറ്റിലേക്ക് നെഗറ്റീവ് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഓണാവും. അതവിടെ കാണിച്ചിട്ടുള്ളത് ലോ ഇൻപുട്ട്, അഥവാ കറസ്പോണ്ട് ചെയ്ത് നോക്കുമ്പോൾ അതെന്താ, നെഗറ്റീവ് ഇൻപുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ടിൽ 1 ആവുന്നു. ഗേറ്റിൽ ഹൈ ഇൻപുട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, ഓഫ് സ്റ്റേറ്റിലായി റിമെയിൻ ചെയ്യുന്നു. അതാണ് PMOS. NMOS ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ലോ ഇൻപുട്ട് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഓഫിലേക്കും, ഹൈ ഇൻപുട്ട് ആണെങ്കിൽ ഓണിലേക്കും വരുന്നു. അപ്പോൾ PMOSലാണ് അത് നെഗറ്റീവ് ഗേറ്റ് വോൾട്ടേജിൽ വർക്ക് ചെയ്യുക, NMOSൽ അത് പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുക. ഇതിന് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് CMOS. അതാണ് അവിടെ ഫിഗറാണ് അവിടെ കാണിച്ചിട്ടുള്ളത്, CMOSൻ്റെ ഫിഗർ. ഒരു PMOSും ഒരു NMOSും രണ്ടും ഇവിടെ അതിന് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. Vന് ലോ ആണെങ്കിൽ, ഇവിടെ ഇതാണ് Vന് ലോ ആണെങ്കിൽ, Vout ഇവിടെ ഉണ്ട്. അപ്പോൾ Vന് ലോ ആണെങ്കിൽ എന്താണെന്ന് പറയുന്നത്, Vന് ലോ ആണെങ്കിൽ Q1 ഓൺ ആണ്, ആ സമയത്ത് Q2 ഓഫാണ്. ഒന്ന് PMOSും ഒന്ന് NMOSും ആണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ഹൈ സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഇനി Vന് ഹൈ ആണെങ്കിൽ Q1 ഓഫാണ്, ആ സമയത്ത് എന്ത് ചെയ്യും, Q2 ഓണാണ്. Q2 ഓണാകുമ്പോൾ ഔട്ട്പുട്ട് ലോ കണ്ടീഷനിലേക്ക് പോകുന്നു. എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഇവിടെ നിന്നാണ് എടുക്കുക. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ ഇത് ഓൺ ആണെങ്കിൽ അത് ഇവിടെ എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ടിൽ Vout ഇവിടെ നിന്ന് ലഭിക്കുന്നു. ഇനി ഇതാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, Voutലെ ഔട്ട്പുട്ടൊന്നും ലഭിക്കുകയും ചെയ്യില്ല. അപ്പോൾ NMOSൻ്റെയും PMOSൻ്റെയും കോമ്പിനേഷനാണ്. ആ കാര്യം കൂടെ ആ രീതിയിൽ, അഥവാ NMOS എന്ന് പറയുമ്പോൾ ഗേറ്റിൽ പോസിറ്റീവ് വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ ഓണാവും. PMOS ആണെങ്കിൽ ഗേറ്റിൽ നെഗറ്റീവ് വോൾട്ടേജ് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ഗേറ്റ് വോൾട്ടേജ് ആണെങ്കിൽ അതെന്ത് ചെയ്യും, വർക്ക് ചെയ്യും. രണ്ടിൻ്റെ കോമ്പിനേഷൻ ആകുമ്പോൾ രണ്ടിൻ്റെയും ആക്ഷൻ ഉണ്ടാവും. അതനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നു.